നട്ടലില്ലാത്ത നായ, വാക്കിന് വ്യവസ്ഥയില്ലാത്തവൻ. അവൻ വാക്ക് കൊടുത്തതാ ശ്രീലക്ഷ്മിയായിട്ട് യാതൊരു പ്രശ്നമില്ലാന്ന്, നേരിട്ട് പറഞ്ഞതാ. എന്നിട്ടാ അവൻ ഈ തെമ്മാടിത്തരം കാണിച്ചത്. എടാ, ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ. അവനെ കൊണ്ട് രുക്മിണി ഇങ്ങനെയൊക്കെ ചെയ്യിക്കുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അച്ഛാ, ഈ രുക്മിണിയ ഞാൻ ഈ ലോകത്തെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിഷം. എവളുടെ അത്രയും വിഷം സാക്ഷാ രാജവമ്പാലിക്ക് പോലും ഇല്ല. എടാ, അവളെ എത്ര നിർബന്ധിച്ചാലും അവൻ ചെയ്തത് മര്യാദയാണോ? ഒരു കാരണവുമില്ലാതെ കല്യാണം കഴിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാ അത് എവിടുത്തെ ന്യായോടാ? ഇവനെയൊക്കെ പിടിച്ച് കയ്യും കാലും തല്ലിയൊടിക്കണം. അച്ഛൻ പറഞ്ഞതാ ശരി, തല്ലി എല്ലൊടിക്കണം ഇവന്റെയൊക്കെ. ആദ്യം അവരെ ശരിപ്പെടുത്തണം, അവന്റെ തൊള്ള രുക്മിണിയെ. അവരിന്നോ ഇന്നലെ തുടങ്ങിയതല്ല നമ്മളോടുള്ള ഈ പക. കെട്ട കുടുംബം കേട്ടോ, കെട്ട കുടുംബം. ആദ്യം അവരാ ഗോപിയേട്ടനെ അടിച്ച് പള്ളേ കളഞ്ഞു, എന്നിട്ട് ഞെളിഞ്ഞ് നടക്ക കരപ്രമാണിയായിട്ട്. അമ്മ എങ്ങനെ കരയാതമ്മ? എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർന്നു പോയില്ലേ? അവളുടെ ജന്മം തോലഞ്ഞില്ലേ? എടീ, നീ ഇങ്ങനെ കരയാതെ. കരഞ്ഞിട്ട് എന്താ പ്രയോജനം? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഭാഗ്യം കൂടിയാ. ശ്രീ വരുന്നുണ്ട്. എങ്ങനെയാ, അവളോട് ഇക്കാര്യം പറയണോ? മോളെ, ഇപ്പൊ അവളോടൊന്നും പറയണ്ട. അവളാക്കി തകർന്നു പോ. ഇതിപ്പം അറിയിക്കാതെ വെച്ചിട്ടെന്ത് കാര്യം? എപ്പോഴായാലും അവൾ അറിയണ്ടേ? ജേട്ടൻ പറയുന്നതിലൊരു ന്യായമുണ്ട്. അവളോട് ഒളിപ്പിക്കുന്ന എന്തിനാ? അച്ഛൻ എന്തു പറയുന്നു? അല്ല, അവളിതൊക്കെ അഭിമുഖീകരിക്കണ്ടേ? പറയുന്നത് തന്നെ നല്ലത്. അമ്മേ, പ്രസാദം.